ഈ അമ്മാവനും അത് തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇതൊരു ആത്മഹത്യയല്ല? എനിക്ക് അല്ല, അങ്ങനെ നിങ്ങൾ പോലീസിൽ പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തു? DGP-യുടെ അടുത്ത് നേരിട്ട് പെറ്റീഷൻ കൊടുത്താൻ പോയപ്പോൾ അരുവിക്കര MLA സ്റ്റീവനും ഞാനും ഈ അശോകൻ അവൻ്റെ മൂത്ത അളിയനും കൂടെ പോയി. ഞാൻ അവിടെയും പറഞ്ഞു, ഇപ്പോൾ അവിടെ നടന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, അതൊരു ആത്മഹത്യയല്ല ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ ആധാരമായ അതിന് കാരണം യവൻ പഠിക്കുന്നത് ദന്തൽ കോളേജിലാണ്. അവിടെ നിന്ന് 200 മീറ്റർ അകലെയാണ് മെഡിക്കൽ കോളേജ്. അവിടെയാണ് അവൻ ചാടിയത്. അപ്പോൾ DGP-യും പറഞ്ഞു അതൊരു സംശയം, നിങ്ങൾ പറഞ്ഞത് കാര്യം ശരിയാണ്, അതൊരു സംശയത്തിനിടെയുണ്ട്. ഇവൻ അങ്ങനെ ചാടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇവൻ പഠിക്കുന്ന ദന്തൽ കോളേജും 5 നില കെട്ടണമാണല്ലോ, അവിടെ ചാടിയ പോരെ. ഇവൻ എന്തിനാ ചാടി ആത്മഹത്യ ചെയ്യാനാണ് ഇവിടെ വന്നതിന്? അപ്പോൾ അവിടെയാണ് എന്തോ ദുരൂഹതയുണ്ട്. അവിടെ ഒരു 302-ാം വകുപ്പ് അനുസരിച്ച് കേസെടുക്കത്ത് റാമിനെയും ആ പ്രിൻസിപ്പാളിനെയും എടുക്കാൻ കേസെടുക്കത്തൊക്കെ വകുപ്പ് അതിനകത്തുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. 302 വകുപ്പിട്ട് കേസെടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.